ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണ നാരായണ ജയ ഗോവിന്ദ ഹരേ ഗോവിന്ദ ഹരേ. നാരായണ നാരായണ ജയ ഗോപാല ഹരേ ഗോപാല ഹരേ. ശ്രീമന്നാരായണീയം ദശകം 97. ഉത്തമ ഭക്തി പ്രാർത്ഥനയും മാർക്കണ്ഡേയ കഥയും. 6 മുതൽ 10 വരെ ശ്ലോകങ്ങൾ നോക്കാം. ശ്ലോകം 6. പ്രീത്യാ നാരായണാഖ്യസ്ത്വമഥ നരസഖ പ്രാപ്തവാനസ്യ പാർശ്വം തുഷ്ട്യാ തോഷ്ടൂയമാനഃ സ തു വിവിധവരൈർലോഭിതോ നാനുമേനേ. ദ്രഷ്ടും മായാം ത്വദീയം കില പുനരവൃണോത് ഭക്തിതൃപ്താന്തരാത്മാ മായാ ദുഃഖാനഭിജ്ഞസ്തദപി മൃഗയതേ നൂനമാശ്ചര്യഹേതോഃ. അർത്ഥം: അഥ അനന്തരം നാരായണാഖ്യം നാരായണൻ എന്ന പേരോടുകൂടിയ ത്വം അങ്ങ് നരസഖ നരനോടുകൂടി പ്രീത്യ സന്തോഷത്തോടെ അസ്യ ഈ മാർക്കണ്ഡേയൻ്റെ പാർശ്വം സമീപത്ത് പ്രാപ്തവാൻ ചെന്നു തുഷ്ട്യ ആനന്ദത്തോടുകൂടി തോഷ്ടൂയമാന തുടരെ തുടരെ സ്തുതിക്കുന്നവനായ സ തു അവനാകട്ടെ വിവിധവരൈ പല വരങ്ങൾ കൊണ്ട് ലോഭിതനായി ന അനുമേനെ അതൊന്നും അദ്ദേഹം അംഗീകരിച്ചില്ല. ഭക്തി തൃപ്താന്തരാത്മാ ഭക്തിയാൽ അന്തരാനന്ദ തുന്തിലനായി പിന്നീട് ത്വദീയാം അങ്ങയുടെ മായാം മായയെ ദ്രഷ്ടും കാണുന്നതിന് അവൃണോതി കില വരം ചോദിച്ചു വാങ്ങി മായാ ദുഃഖാനഭിജ്ഞ മായാ ദുഃഖമറിയാത്തവനായ അദ്ദേഹം നൂനം തീർച്ചയായും ആശ്ചര്യഹേതോ ആശ്ചര്യം കാരണത്താൽ തദപി അതിനെയും മൃഗയതേ അന്വേഷിക്കുന്നു. നമുക്ക് ഈ ശ്ലോകത്തിലെ അക്ഷരങ്ങൾ ഒന്ന് നോക്കാം. പ്രീത്യ നാരായണാഖ്യ ഖ്യ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. സ്ത്വം അഥ ഥ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയാനുള്ളതാണ്. നരസഖ അവിടെ വിസർഗം. ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. പ്രാപ്തവാൻ അസ്യ പാർശ്വം തുഷ്ട്യ തോഷ്ടൂയമാന അവിടെ വിസർഗട്ട് ചൊല്ലുകയാണെങ്കിൽ സ എന്നൊരു സ മതി, അല്ലെങ്കിൽ 2 സ എന്ന് ചൊല്ലണം. സ അങ്ങനെ. തു വിവിധ വരൈർ ലോഭിതോ ഭി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. നാനുമേനേ ദ്രഷ്ടും മായാം ത്വദീയാം കില പുനർ അവൃണോത് ഭക്തി ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. തൃപ്താന്തരാത്മാ മായാ ദുഃഖ ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. ദുഃഖാൻ അഭിജ്ഞ ചേർത്ത് ചൊല്ലുമ്പോൾ ദുഃഖാനഭിജ്ഞ ഭി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. സ്തദപി മൃഗയതേ നൂനം ആശ്ചര്യഹേതോ ലാസ്റ്റിൽ വിസർഗത്തോടു കൂടെ നിർത്തണം. പ്രീത്യാ നാരായണാഖ്യസ്ത്വമഥ നരസഖ പ്രാപ്തവാനസ്യ പാർശ്വം തുഷ്ട്യാ തോഷ്ടൂയമാനഃ സ തു വിവിധവരൈർലോഭിതോ നാനുമേനേ. ദ്രഷ്ടും മായാം ത്വദീയാം കില പുനരവൃണോത് ഭക്തിതൃപ്താന്തരാത്മാ മായാ ദുഃഖാനഭിജ്ഞസ്തദപി മൃഗയതേ നൂനമാശ്ചര്യഹേതോഃ.
ഏഴാമത്തെ ശ്ലോകം. യാതേ ത്വയ്യാശു വാതാകുലജലദകളത്തോയപൂർണാദിഘൂർണത് സപ്താർണോ രാശിമഗ്നേ ജഗതി സതു ജലേ സംഭ്രമൻ വർഷകോടി ദീന പ്രൈക്ഷിഷ്ടദൂരേ വടദളശയനം കഞ്ചിതാശ്ചര്യബാലം ത്വാമേവ ശ്യാമളാംഗം വദനസരസിജന്യസ്തപാദാംഗുലീകം. ത്വയി അങ്ങ്, യാതെ പോയപ്പോൾ, ആശു വേഗം, ജഗതി പ്രപഞ്ചം, വാതാകുലജലദകളത്തോയപൂർണാദിഘൂർണത് സപ്താർണോ രാശിമഗ്നേ കാറ്റിനാൽ ഇളകി മേഘത്തിൽ നിന്നു വീഴുന്ന വെള്ളത്താൽ നിറഞ്ഞുയർന്ന 7 സമുദ്രങ്ങളിൽ മുങ്ങിയപ്പോൾ സ തു മാർക്കണ്ഡേയനാകട്ടെ ജലേ ജലത്തിൽ വർഷകോടി അനേകം കോടി വർഷങ്ങൾ സംഭ്രമൻ കറങ്ങിയിട്ട് ദീനനായി ദൂരെ അകലെ വടതലശയനം അരയാലിലയിൽ ശയിക്കുന്നവനും ശ്യാമളാംഗം നീലകളേബരനും വദനസരസിജന്യസ്തപാദാംഗുലീകം വദനമാകുന്ന താമരയിൽ വയ്ക്കപ്പെട്ട പാദത്തിൻ്റെ വിരലോടുകൂടി കഞ്ചിത് ഒരു ആശ്ചര്യബാലം ആശ്ചര്യമുണ്ടാക്കുന്ന കുട്ടി ത്വാം ഏവ അങ്ങയെ തന്നെ പ്രൈക്ഷിഷ്ട കണ്ടു. നമുക്ക് ഈ ശ്ലോകത്തിലെ അക്ഷരങ്ങൾ ഒന്ന് നോക്കാം. യാതേ ത്വയി ആശു ത്വയ്യാശു വാതാകുല ജലദകളത്തോയപൂർണാദിഘൂർണത് 2 വരി ഒന്നിച്ച് ചൊല്ലണത്. ഖു എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. സപ്താർണോ രാശി മഗ്നേ ജഗതി സ തു ജലേ സംഭ്രമൻ ഭ്ര എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. വർഷകോടി നീട്ടിയിട്ട് വിസർഗം. ദീന അവിടെയും വിസർഗം. പ്രൈക്ഷിഷ്ട ക്ഷി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയാനുള്ളതാണ്. ദൂരെ വടദള ശയനം കഞ്ചിതാശ്ചര്യബാലം ത്വാമേവ ശ്യാമളാംഗം വദനസരസിജ ന്യസ്തപാദാംഗുലീകം. യാതേ ത്വയ്യാശു വാതാകുലജലദകളത്തോയപൂർണാദിഘൂർണത് സപ്താർണോ രാശിമഗ്നേ ജഗതി സതു ജലേ സംഭ്രമൻ വർഷകോടി ദീന പ്രൈക്ഷിഷ്ടദൂരേ വടദളശയനം കഞ്ചിതാശ്ചര്യബാലം ത്വാമേവ ശ്യാമളാംഗം വദനസരസിജന്യസ്തപാദാംഗുലീകം. എട്ടാമത്തെ ശ്ലോകം. ദൃഷ്ട്വാ ത്വാം ഹൃഷ്ടരോമാ ത്വരിതമുപഗതഃ സ്പ്രഷ്ടുകാമോ മുനീന്ദ്രഃ ശ്വാസേനാന്തർനിവിഷ്ടഃ പുനരിഹ സകലം ദൃഷ്ടവാൻ വിഷ്ടപൗഖം. ഭൂയോപി ശ്വാസവാതൈർബഹിരനുപതിതോ വീക്ഷിതസ്ത്വത്കടാക്ഷൈർമോദാദാശ്ലേഷ്ടുകാമസ്ത്വയി വിഹിതതനൗ സ്വാശ്രമേ പ്രാഗ്വദാസീത്. മുനീന്ദ്ര മുനിശ്രേഷ്ഠനായ മാർക്കണ്ഡേയൻ ത്വാം അങ്ങയെ ദൃഷ്ട്വ കണ്ടിട്ട് ഹൃഷ്ടരോമ രോമാഞ്ചമണിഞ്ഞവനായി സ്പ്രഷ്ടുകാമ സ്പർശിക്കുവാൻ കൊതിച്ചു ത്വരിതം വേഗം ഉപഗത സമീപത്തെത്തി ശ്വാസേന ശ്വാസത്തിലൂടെ അന്ത അകത്ത് നിവിഷ്ട പ്രവേശിച്ച് പുനഃ പിന്നീട് ഇഹ ഇവിടെ സകലം എല്ലാമായ വിഷ്ടപൗഖം പ്രപഞ്ചസമൂഹം ദൃഷ്ടവാൻ കണ്ടു ഭൂയ അപി വീണ്ടും ശ്വാസവാതൈ ശ്വാസവായുവിലൂടെ ബഹി പുറമേ അനുപതിത പതിച്ചവനായി ത്വത്കടാക്ഷൈ അങ്ങയുടെ കടാക്ഷങ്ങളാൽ വീക്ഷിത കാണപ്പെട്ടവനായി മോദാത് ആനന്ദത്താൽ ആശ്ലേഷ്ടുകാമ ആശ്ലേഷിക്കാനാശിച്ചവനുമായ അദ്ദേഹം ത്വയി അങ്ങ് പിഹിതതനു ശരീരം മറച്ചപ്പോൾ പ്രാഗ്വത് പഴയതുപോലെ സ്വാശ്രമേ തൻ്റെ ആശ്രമത്തിൽ ആസീത് ആയിത്തീർന്നു. നമുക്ക് ഈ ശ്ലോകത്തിലെ അക്ഷരങ്ങൾ നോക്കാം. ദൃഷ്ട്വാ ത്വാം ഹൃഷ്ട രോമ ത്വരിതം ഉപഗത അവിടെ വിസർഗം.
സ്പൃഷ്ടു മുനീന്ദ്ര അവിടെയും വിസർഗം. ശ്വാസേന അന്തർ ചേർത്ത് ചൊല്ലുമ്പോൾ ശ്വാസേനാന്തർ നിവിഷ്ട അവിടെ വിസർഗം. പുനർ ഇഹ പുനരിഹ സകലം ദൃഷ്ടവാൻ വിഷ്ടപൗഖം ഖം എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. ഭൂയ അപി ഭൂയോപി ശ്വാസവാതൈർ ബഹിർ അനുപതിതോ വീക്ഷിത ക്ഷി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. സ്ത്വത് കടാക്ഷൈർ ഷൈ എന്നുള്ള അക്ഷരം ഉറപ്പിച്ചിട്ട് പറയാനുള്ളതാണ്. മോദാത് ആശ്ലേഷ്ടു കാമ സ്ത്വയി വിഹിത തനൗ സ്വാശ്രമേ പ്രാഗ്വത് പ്രാഗ്വത് എന്നുള്ളത് പിരിച്ചിട്ട് ചൊല്ലുമ്പോൾ പ്രാഗ്വത് ആസീത്. ദൃഷ്ട്വാ ത്വാം ഹൃഷ്ടരോമ ത്വരിതമുപഗതഃ സ്പൃഷ്ടു മുനീന്ദ്ര ശ്വാസേനാന്തർനിവിഷ്ടഃ പുനരിഹ സകലം ദൃഷ്ടവാൻ വിഷ്ടപൗഖം. ഭൂയോപി ശ്വാസവാതൈർബഹിരനുപതിതോ വീക്ഷിതസ്ത്വത്കടാക്ഷൈർമോദാദാശ്ലേഷ്ടു കാമസ്ത്വയി പിഹിതതനൗ സ്വാശ്രമേ പ്രാഗ്വദാസീത്. 9-ാമത്തെ ശ്ലോകം. ഗൗര്യാസാർത്ഥം തദഗ്രേ പുരഭിദധഗതസ്ത്വത്പ്രിയപ്രേക്ഷണാർത്ഥീ സിദ്ധാനേ വാസ്യ ദത്വാ സ്വയമയമജരാമൃത്യുദാദീൻ ഗതോഭൂത്. ഏവം തുത്സേവയൈവ സ്മരരിപുരപി സപ്രീയതേ യേന തസ്മാത് മൂർത്തിത്രയാത്മകസ്ത്വം നനു സകല നിയന്തേതി സുവ്യക്തമാസീത്. അഥ അനന്തരം പുരഭിത് പുരന്മാരെ നശിപ്പിച്ച ശിവൻ ത്വത്പ്രിയ പ്രേക്ഷണാർത്ഥി അവിടുത്തെ പ്രിയപ്പെട്ട ഭക്തനെ കാണാൻ ആഗ്രഹിക്കുന്നവനായി ഗൗര്യാസാർത്ഥം പാർവതിയോടുകൂടി തദഗ്രേ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഗത ചെന്നു. അസ്യ മാർക്കണ്ഡേയൻ സ്വയം ഏവ തപസ്സു ചെയ്ത് തനിയെ സിദ്ധാൻ കിട്ടിയ അജരാമൃത്യുദാദീൻ ജരാനരകളും മരണവും ഇല്ലാതിരിക്കുന്ന സ്ഥിതി അയം ശിവൻ ദത്വ കൊടുത്തിട്ട് ഗത അഭൂത് പോയി. നമുക്ക് ഈ ശ്ലോകത്തിലെ അക്ഷരങ്ങൾ ഒന്ന് നോക്കാം. ഗൗര്യ സാർത്ഥം ഥം എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. തദഗ്രേ പുരഭിത് അഥ പുരഭിതഥ ഭി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. അതുപോലെ ഥ എന്നുള്ളതും ഉറപ്പിച്ച് പറയണം. ഗതസ്ത്വത് പ്രിയ പ്രേക്ഷണാർത്ഥി ക്ഷ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. അതുപോലെ ഥി എന്നുള്ളതും. സിദ്ധാൻ ഥ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയണം. ഏവാസ്യ ദത്വാ സ്വയം അയം അജരാമൃത്യുദാദീൻ ഗത അഭൂത് ചേർത്ത് ചൊല്ലുമ്പോൾ ഗതോഭൂത് ഭൂ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. ഏവം ത്വത് സേവയൈവ സ്മര രിപുർ അപി സംപ്രീയതേ യേന തസ്മാത് മൂർത്തി ത്രയ്യാത്മക സ്ത്വം നനു സകല നിയന്തേതി സുവ്യക്തം ആസീത്. ഗൗര്യാസാർത്ഥം തദഗ്രേ പുരഭിദധഗതസ്ത്വത്പ്രിയ പ്രേക്ഷണാർത്ഥി സിദ്ധാനേ വാസ്യ ദത്വാ സ്വയമയമജരാമൃത്യുദാദീൻ ഗതോഭൂത്. ഏവം ത്വത്സേവയൈവ സ്മരരിപുരപി സപ്രീയതേ യേന തസ്മാത് മൂർത്തിത്രയാത്മകസ്ത്വം നനു സകല നിയന്തേതി സുവ്യക്തമാസീത്. അടുത്തത് 10-ാമത്തെ ശ്ലോകം. ത്ര്യംശേസ്മിൻ സത്യലോകേ വിധിഹരിപുരഭിത് മന്ദിരാണ്യൂർധ്വമൂർധ്വം തേഭ്യോപ്യൂർധ്വം തുമായ വികൃതിവിരഹിതോ ഭാതി വൈകുണ്ഠലോകഃ തത്ര ത്വം കാരണാം ഭസ്യപി പശുപകുലേ ശുദ്ധസത്വൈകരൂപീ സച്ചിത് ബ്രഹ്മാദ്വയാത്മാ പവനപുരപതേ പാഹി മാം സർവരോഗാത്.
പവനപുരപദേ ഗുരുവായൂരപ്പ ത്രിയംശേ 3 ഭാഗങ്ങളോടു കൂടിയ അസ്മിൻ ഈ സത്യലോകേ സത്യലോകത്തിൽ ഊർധ്വമൂർധ്വം മേൽക്കുമേലായി വിധിഹരിപുരഭിന്മന്ദിരാണി വിധിയുടെയും വിഷ്ണുവിൻ്റെയും ശിവൻ്റെയും ലോകങ്ങളാകുന്നു. മായാവികൃതി വിരഹിത മായാവികാരമില്ലാത്ത ഊർധ്വം മുകളിലെ വൈകുണ്ഠലോകമാകട്ടെ തേഭ്യ അഭി അവയേക്കാളും ഊർധ്വം മുകളിൽ ഭാതി പ്രകാശിക്കുന്നു. തത്ര ആ കാരണാംഭസ്യപി കാരണജലത്തിലും പശുപകുലേ ഇടയവംശത്തിലും ത്വം അങ്ങ് ശുദ്ധസത്വൈകരൂപീ സത്വമാത്രരൂപനായി സച്ചിദ് ബ്രഹ്മദ്വയാത്മാ സച്ചിദാനന്ദരൂപമായ ബ്രഹ്മമായി ശോഭിക്കുന്നു. മാം എന്നെ സർവരോഗാത് എല്ലാ രോഗങ്ങളിൽ നിന്നും പാഹി രക്ഷിച്ചാലും. നമുക്ക് ഈ ശ്ലോകത്തിലെ അക്ഷരങ്ങൾ ഒന്ന് നോക്കാം. ത്ര്യംശേ അസ്മിൻ ചേർത്തു ചൊല്ലുമ്പോൾ ത്ര്യംശേസ്മിൻ സത്യലോകേ വിധി ധി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. ഹരി പുരഭിത് ഭി എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയാനുള്ളതാണ്. മന്ദിരാണി ഊർധ്വം ചേർത്തു ചൊല്ലുമ്പോൾ മന്ദിരാണ്യൂർധ്വം ധ്വം എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. ഊർധ്വം ധ്വം എന്നുള്ളത് ഇവിടെയും ഉറപ്പിച്ച് പറയാനുള്ളതാണ്. തേഭ്യ അപി ഊർധ്വം ചേർത്ത് ചൊല്ലുമ്പോൾ തേഭ്യോപ്യൂർധ്വം ഭ്യോ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. ഇവിടെയും ധ്വം എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയാനുള്ളതാണ്. തു മായാ വികൃതി വിരഹിതോ ഭാതി ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. വൈകുണ്ഠ ഠ എന്നുള്ള അക്ഷരം ഉറപ്പിച്ചിട്ട് പറയാനുള്ളതാണ്. ലോക അവിടെ വിസർഗം. തത്ര ത്വം കാരണ അംഭസി അപി ചേർത്ത് ചൊല്ലുമ്പം കാരണാംഭസ്യപി ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. പശുപകുലേ ശുദ്ധ ധ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയാനുള്ളതാണ്. സത്വൈക രൂപീ സച്ചിദ് ബ്രഹ്മാദ്വയാത്മാ പവനപുരപതേ പാഹി മാം സർവരോഗാത്. ത്ര്യംശേസ്മിൻ സത്യലോകേ വിധിഹരിപുരഭിത് മന്ദിരാണ്യൂർധ്വമൂർധ്വം തേഭ്യോപ്യൂർധ്വം തു മായാ വികൃതിവിരഹിതോ ഭാതി വൈകുണ്ഠലോക. തത്ര ത്വം കാരണാംഭസ്യപി പശുപകുലേ ശുദ്ധസത്വൈകരൂപീ സച്ചിദ് ബ്രഹ്മാദ്വയാത്മാ പവനപുരപതേ പാഹി മാം സർവരോഗാത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.